വീരഹനുമാൻ മെയ് 26 മുതൽ വൈകുന്നേരം 6 മണിക്ക്. രാവിലെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഒരുങ്ങിക്കെട്ടി ഓഫീസിലേക്ക് പോയിട്ട് ഇപ്പൊ എന്തു പറ്റി ഗൗതം? പട്ടി ചന്തയ്ക്ക് പോയ പോലെ തിരിച്ചു പോവുകയാണല്ലോ. ഉണ്ട ചോറിന്റെ കൂറ് കാണിക്കത്തവരാണ് സ്റ്റാഫുകളെന്ന് ഇനിയും ഗൗതം മനസ്സിലാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തോടെ അത് ബോധ്യമായില്ലേ? അല്ലെങ്കിൽ എന്റെ വാക്കും കേട്ടൊരുത്തൻ അതേ ഓഫീസിൽ വന്നു നിന്ന് അവരുടെ തന്നെ മുതലാളിക്കെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കൂ? അതേ ഗൗതം, അവനെ ഏർപ്പാടാക്കി നിന്നെ നാണം കെടുത്താനായി അവിടേക്ക് പറഞ്ഞു വിട്ടത് ഞാൻ തന്നെയാ. എങ്ങനെയുണ്ടായിരുന്നു രണ്ടാം വരവിൽ സ്റ്റാഫുകൾ നൽകിയ സ്വീകരണം? ഇത്തരം തറക്കളികൾ കളിക്കാൻ തനിക്ക് നാണമില്ലടോ. നീ ഒരു തറയാണെന്നുള്ള കാര്യം നിന്റെ സ്റ്റാഫുകളെ അറിയിക്കുന്നത് ഒരു തറക്കളിയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഗൗതം ഗോപിനാഥ് എന്നൊരു പേരും നെറ്റിൽ എഴുതി ഒട്ടിച്ചുകൊണ്ട് എന്തൊക്കെ വെല്ലുവിളികളായിരുന്നു നീ എന്റെ പുറകെ നടന്ന് നടത്തിയത്. എടാ ചെക്ക, ഒറ്റ ചോദ്യത്തിന് നിനക്ക് മറുപടി പറയാമോ? സിമ്പിൾ ക്വസ്റ്റ്യൻ. നിനക്ക് ജന്മം നൽകിയ നിന്റെ തന്തയുടെ പേരെന്താടാ? ഗൗതം ഗോപിനാഥാണ് പോലും. ഛേ, നാണമില്ലേ നിനക്ക്? പേരിന്റെ പിന്നിൽ നീ ചേർത്ത് വെച്ചിരിക്കുന്ന ഗോപിനാഥ് എന്ന വാല് മുറിച്ചു മാറ്റിയിട്ട് വല്ല പട്ടിയുടെ പൂച്ചയുടെ പേര് വെച്ച് ഗസറ്റിൽ പരസ്യം കൊടുക്ക് നീ. അപ്പൊ ഞാൻ നിന്നെ വിളിക്കും അന്തസ്സുള്ളവനെന്ന്. എന്തായാലും നിന്നെ പെറ്റൊരുത്തി കാണുമല്ലോ, അല്ലാതെ ദേവലോകത്തുനിന്ന് ഭൂമിയിലേക്ക് എടുത്തെറിഞ്ഞു വന്ന പുത്രനൊന്നും അല്ലല്ലോ നീ. പറ, അവളുടെ പേരെങ്കിലും നിനക്കറിയോ? എന്തായാലും നിന്റെ ജന്മം എന്ന് പറയുന്നതേ നേരായ വഴിക്കുള്ളതല്ല എന്ന് ഉറപ്പായി. എന്ത് പാപം ചെയ്തിട്ടാടാ നിന്റെ ആ തള്ളയ്ക്ക് നിന്നെ പോലെ ഒരുത്തിനെ പ്രസവിച്ച് വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നത്? നിന്നെ പോലൊരുത്തിന് ജന്മം നൽകിയെന്ന് പുറം ലോകം അറിഞ്ഞാൽ പോലും അപമാനമാകുമെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കുമല്ലോ ആദ്യമേ തന്നെ ഉണ്ടാക്കിയ തന്തയും പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ആ തള്ളയും നിന്നെ കളഞ്ഞിട്ട് പോയത്. ഇനി എന്തായാലും ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് നിനക്കില്ല. അപ്പൊ പിന്നെ എന്നെ വിട്ടേക്ക്, എന്നിട്ട് അന്വേഷിച്ചിറങ്ങ് ഏത് നാണം കെട്ട വഴിയിലാണ് നീ എന്ന് പറയുന്ന ഈ ശാപജന്മത്തിനെ നിന്റെ അമ്മ സൃഷ്ടിച്ചെടുത്തതെന്ന്. നിർത്തടോ. ഗൗതമിന്റെ അമ്മയെക്കുറിച്ച് അനാവശ്യമായി ഇനി ഒരു വാക്ക് തന്റെ നാവിൽ നിന്ന് വീണ തന്നെ ഞാൻ ഈ നടു റോഡിൽ വെച്ച് തല്ലും. തനിക്ക് എന്താ അറിയേണ്ടത്? ഗൗതമിന്റെ അച്ഛൻ ആരാണെന്നോ, അതോ താൻ ഇത്രയും നേരം അധിക്ഷേപിച്ച് സംസാരിച്ച ആ പാവം സ്ത്രീയുടെ പേരെന്താണെന്ന് അറിയണോ? പറഞ്ഞു തരാം ഞാൻ. എന്താടോ അറിയണോ തനിക്ക്? പറ, കേൾക്കട്ടെ. ഞാൻ പറഞ്ഞു തരാം. ഞാൻ
ഇത്രയും കാലം ഗൗതം ആരെയാണോ അമ്മയെന്നും അച്ഛനെന്നും വിളിച്ചത് അവര് തന്നെയാണ് ഇന്നും ഗൗതമിന്റെ അച്ഛനമ്മമാർ. അമ്മയുടെ പേര് പാർവതി, അച്ഛന്റെ പേര് ഗോപിനാഥ്. ഈ നിൽക്കുന്നത് ഗൗതം ഗോപിനാഥ്. ഞാൻ ഈ പറഞ്ഞത് അവര് രണ്ടുപേരും നിഷേധിക്കാത്തിടത്തോളം കാലം അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. എടോ, തന്നെയൊക്കെ ഞാൻ എന്തെങ്കിലും വിളിച്ചു പോയാ അത് കാരണം എന്റെ നാവ് നാറിപ്പോവും. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ജന്മം നൽകിയ അച്ഛനെ അമ്മയെ അറിയാവുന്നതിന്റെ പേരിൽ മാത്രം ആരും മഹാന്മാരാവുന്നില്ല. തനിക്ക് അറിയാമായിരിക്കും അതൊക്കെ ആരാണെന്ന്. പക്ഷെ അവര് സൃഷ്ടിച്ചത് തന്നെ പോലൊരു പരമ ചെറ്റിയാണല്ലോ എന്നോർത്ത് ലജ്ജിക്കുന്നുണ്ടാവൂ അവരിപ്പോ. ഗൗതം ഒരു അനാഥനായിരിക്കാം, അത് ജന്മം കൊണ്ട്. പക്ഷെ കർമ്മം കൊണ്ട് ഗൗതമിന് അച്ഛനും അമ്മയും സഹോദരങ്ങളും ഭാര്യയും എല്ലാവരും ഉണ്ട്. ഇനിയിപ്പൊ ഗൗതം അനാഥനാണെങ്കിൽ തന്നെ ഒരു കാര്യം താൻ മനസ്സിൽ കുറിച്ചു വെച്ചോ, ഈ അനാഥന്റെ കൈകൊണ്ടായിരിക്കും തന്റെ അന്ത്യം. താൻ വിലക്കെടുത്ത ഏതെങ്കിലും കുറെ ഒറ്റുകാർ വന്നു നിന്ന് അധിക്ഷേപിച്ചാൽ ഈ മനുഷ്യൻ തളരുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിനക്ക് തെറ്റിപ്പോയി സിക്കേസി. തളരില്ല. എന്റെ ശ്വാസം നിലയ്ക്കുവോളം കാലം ഞാൻ അതിനെ അനുവദിക്കുകയില്ല. തന്റെ അന്ത്യം കാണാൻ, അതും ഈ മനുഷ്യന്റെ കൈകൊണ്ട് തന്നെ കാണാൻ എന്നും താങ്ങും തണലുമായി ഞാൻ കൂടെ ഉണ്ടാവും. താൻ കാത്തിരുന്നോ, തന്റെ അന്ത്യം ഈ ഗൗതമിന്റെ അല്ല, ഗൗതം ഗോപിനാഥിന്റെ കൈകൊണ്ടായിരിക്കും. വാ ഗൗതം. മോനെ, കാര്യങ്ങളൊക്കെ പ്രണവ് വിളിച്ചു പറഞ്ഞു. സത്യത്തിൽ എന്താ മോനെ അവിടെ ഉണ്ടായത്? ആരങ്ങനെയൊക്കെ പറഞ്ഞത്? നോക്കു മോനെ, നാട്ടുകാരങ്ങനെയൊക്കെ പലതും പറയും. അതൊക്കെ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളഞ്ഞേക്കണം. ഒന്നും ഓർത്ത് നീ വിഷമിക്കരുത്. വിഷമിക്കരുതെന്നോ? അതിന് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓഫീസിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞത്. എല്ലാവരും ചേർന്ന് എന്നെ പറഞ്ഞു വിട്ട് നാണം കെടുത്തിയപ്പോ സമാധാനമായില്ലേ? ഗൗതം, വാ, നമുക്ക് മുറിയിലേക്ക് പോവാം. ഒന്ന് നിന്നേ. അമ്പലത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയിട്ട് എന്തിനാ നീ ഓഫീസിലേക്ക് പോയത്?